വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലെയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നോയമ്പ് കാലത്തിന് 2026 നോയമ്പിന് അതോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് നൽകിയ സന്ദേശമാണ് പറഞ്ഞ് തുടങ്ങിയത്. പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത് പൂർത്തിയാക്കാനാണ് ഈ എപ്പിസോഡിൽ ശ്രദ്ധിക്കുന്നത്. മാർപ്പാപ്പന്മാരെല്ലാ കൊല്ലവും നോയമ്പിനോടനുബന്ധിച്ച് ഒരു സന്ദേശം ക്രൈസ്തവർക്ക്, ക്രൈസ്തവ ലോകത്തിന് മുഴുവനും നൽകാറുണ്ട്. ഹൃദയപൂർവ്വം അത് ധ്യാനിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള ഒരാഹ്വാനമാണ് മാർപ്പാപ്പന്മാർ നടത്തുന്നത്. ഈ കൊല്ലത്തെ ഈ സന്ദേശത്തിൽ ലയോ മാർപ്പാപ്പ പ്രത്യേകമായി ഊന്നിപ്പറഞ്ഞത് ശ്രവണത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സമയമാണ് നോയമ്പ് കാലം എന്ന കാര്യം ഓർക്കണമെന്നാണ്. ശ്രവണത്തെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സംക്ഷിപ്തമായി ആവർത്തിച്ചാൽ ദൈവം തന്നെ ശ്രവിക്കുന്നവനാണ്, മനുഷ്യരായ നമ്മുടെ രോദനം കേൾക്കുന്നവനാണ്. ഈജിപ്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള രോദനം കേട്ടാണ് അവിടുന്ന് ഇറങ്ങി വന്നത് എന്ന് മോശയോട് പറയുന്നുണ്ട്. മോശയെ അങ്ങോട്ട് അയക്കുന്നതും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അവരെ വിമോചിപ്പിക്കാൻ. വിമോചനം ആരംഭിക്കുന്നത് കേൾവിയിൽ നിന്നാണ്. കർത്താവ് അത് കേട്ടതുകൊണ്ടാണ്. മാർപ്പാപ്പ അതുകൊണ്ട് പറഞ്ഞു, ഇന്ന് ക്രൈസ്തവരായ നാം വേദനിക്കുന്നവരുടെ രോദനം കേൾക്കാൻ തയ്യാറാകണം. നോയമ്പ് കാലം കേൾക്കാനും അവരെ സഹായിക്കാനുമുള്ള സമയമാണ് എന്ന ചിന്തയാണ് ആദ്യം അവതരിപ്പിച്ചത്. രണ്ടാമത് ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞു. നോയമ്പിൻ്റെ പരമ്പരാഗതമായ ഘടകങ്ങളിൽ ഒന്നാണല്ലോ ഉപവാസം, പ്രാർത്ഥന. ഉപവാസവും പ്രാർത്ഥനയും ഒന്നിച്ചു പോകുന്നതാണ്. പിന്നെ ഒന്നുള്ളത് ദരിദ്രർക്കുള്ള സഹായമാണ്, ദാനധർമ്മം. നമുക്കറിയാം, സ്നേഹമാണത്, ഉപവിയാണത്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ഉപവാസത്തെ പറ്റി പറയുന്നത്. ഉപവാസം മാർപ്പാപ്പ പറഞ്ഞു തുടങ്ങിയത് സത്യത്തിൽ നീതിക്ക് വേണ്ടിയുള്ള, നമുക്ക് വിശപ്പും ദാഹവുമുണ്ട്, അതുള്ള ആളുകളെ നമ്മൾ സഹായിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മൾ ധാരാളം ഭക്ഷിക്കുന്ന ആളുകളുണ്ട്, അമിതമായി ഭക്ഷിക്കുന്ന ഒരു ലോകത്താണ് ആളുകൾ ജീവിക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, നിയന്ത്രിക്കാനുള്ള ആത്മനിയന്ത്രണത്തിനുള്ള ഒരു സമയമാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് നീതിക്ക് വേണ്ടിയുള്ള, സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു ദാഹം, ഒരു വിശപ്പ് നമുക്കുണ്ടാകേണ്ട കാര്യത്തെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞു. പക്ഷേ അത് ഇവിടെ തുടങ്ങണം, പൂർത്തീകരിക്കുന്നത് സ്വർഗത്തിലായിരിക്കും, ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോഴാണ്. പക്ഷെ ആ ഒരു വിശാല വീക്ഷണമുണ്ടാകാൻ നമുക്ക് ഈ നോയമ്പ് കാലം സഹായിക്കും, ഉപവാസം സഹായിക്കുമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് ഉപവാസത്തിൻ്റെ ഒരു തലത്തിൽ പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാർപ്പാപ്പ വളരെ പ്രത്യേകമായി പ്രായോഗികമായി ഉപവാസത്തെപ്പറ്റി പറഞ്ഞ കാര്യം നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. മാർപ്പാപ്പ പറയാം, വളരെ പ്രായോഗികമായ, സാധാരണഗതിയിൽ കാര്യമായി നാം വില കൊടുക്കാത്ത ഒരു വർജന മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നു. ഭക്ഷണമൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമായിരിക്കും, നമുക്ക് ചെയ്യുന്ന ആളുകൾ ഒത്തിരി നമ്മുടെ നാട്ടിലുണ്ട് ഉപവാസം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപവാസ മാർഗം, അവഗണിക്കപ്പെടുന്ന, വേണ്ടത്ര പരിഗണിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് മാർപ്പാപ്പ പറയുന്നത്. അതിതാണ്, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ അയൽക്കാരനെ അവഹേളിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണം. അതാണ് നോയമ്പ് കാലത്ത് നടക്കേണ്ട ഒരു കാര്യം, വലിയൊരു കാര്യം എന്നതാണ് മാർപ്പാപ്പയുടെ ചിന്ത. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നു,
എപ്പോഴും എനിക്കറിയത്തില്ല എത്രയോ പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കയ്യും കണക്കുമില്ല. അദ്ദേഹം പറയുന്നത് പരദൂഷണം ഒഴിവാക്കണം, അത് വലിയ പാപമാണ് എന്ന് എപ്പോഴും പറയുമായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പാപ്പ നമ്മോട് പറയുന്നത്, അയൽക്കാരനെ അവഹേളിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകളിൽ നിന്ന് നാം മാറി നിൽക്കണം. നമുക്ക് നമ്മുടെ ഭാഷ നിരായുധീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിതം തുടരാം എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഈ പ്രയോഗം ഒത്തിരി പ്രാവശ്യം ഇതിനോടകം ലയോ മാർപ്പാപ്പ ഉപയോഗിച്ചിട്ടുണ്ട്. വാക്കുകളെ നിരായുധീകരിക്കുക. വാക്കുകൾ കൊണ്ട് നമുക്ക് ആളുകളെ കൊല്ലാൻ കഴിയും. വാക്കുകൾ കൊല്ലുന്നു എന്ന് പറയുമല്ലോ. അവൻ്റെ മാനത്തെ കൊല്ലാം, അവൻ്റെ ജീവിതത്തെ തകർക്കാം, അവന് ഒത്തിരി അവഹേളനങ്ങൾ, അപകീർത്തികൾ വരുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് നിരായുധീകരിക്കുക. ഞാൻ ഓർക്കുന്നു, മാർപ്പാപ്പ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മീഡിയ മനുഷ്യരെ കണ്ട അവസരത്തിൽ, മീഡിയയിലൂടെയാണല്ലോ വാക്കുകൾ ധാരാളം ഉപയോഗിക്കപ്പെടുന്നത്, ചർച്ചകളിലും എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മാർപ്പാപ്പ അവരോട് പറഞ്ഞു, വാക്കുകൾ നിരായുധീകരിക്കപ്പെടണം, ആയുധമായി ഉപയോഗിക്കരുത്, മറ്റുള്ളവരെ കൊല്ലാനും നശിപ്പിക്കാനും ഉപയോഗിക്കരുത്. അതിൽ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ച് ആധുനിക സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞതും ഞാനിവിടെ ഓർക്കുകയാണ്. അപ്പം ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, ഈ വാക്കുകൾ, നമ്മുടെ ഭാഷ നിരായുധീകരിക്കാം. അതായത് എന്തൊക്കെയാണെന്ന് കൃത്യം മാർപ്പാപ്പ ഇവിടെ പറയുന്നുണ്ട്. പരുഷമായ വാക്കുകളും വിവേകരഹിതമായ വിധി പറച്ചിലും, മറ്റുള്ളവരെ വിധിക്കുക, പരദൂഷണവും നമുക്ക് ഒഴിവാക്കാം എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, കുറ്റങ്ങൾ പറഞ്ഞു നടത്തുക എന്നത് ഒരു വലിയ പാപമായി, വളരെ വ്യാപകമായി നമ്മളൊക്കെ നടത്തുന്ന കാര്യമാണ്. നോയമ്പ് കാലം അതിൽ നിന്നൊന്ന് പിന്മാറാനുള്ള ഒരു അവസരമാകണം എന്നതാണ്. അതൊരു വർജനം, ഈ ഉപവാസം വർജനമാണല്ലോ, ഭക്ഷണവർജനമുണ്ട്, അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇത്, ഒരു വർജനമായി കാണണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരാളുടെ അഭാവത്തിലാണ് കുറ്റം പറയുന്നത്, അയാളെ പറ്റി തമ്മിലിരുന്ന് അയാളത് അറിയുന്നില്ല, അതുകൊണ്ട് അത് ഒരു കാരണവശാലും പറയരുത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മറ്റൊന്ന്, പ്രതിരോധിക്കാൻ കഴിയാത്തവരെ കുറിച്ചാണ് പറയുന്നത്. അവർക്കത് ന്യായീകരിക്കാനോ അവരുടെ വശം പറയാനോ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കഴിയാത്തവർക്കും എതിരായി നാം ഒരിക്കലും സംസാരിക്കരുത് എന്ന് പാപ്പ പറയുകയാണ്. സന്നിഹിതരല്ലാത്തവരുടെ കുറ്റം പറയരുത്. മറ്റൊന്ന്, പ്രതിരോധിക്കാൻ കഴിയാത്തവരുടെ കുറ്റവും പറയരുത്. അതിന് പകരം മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ കുടുംബങ്ങളിലും സുഹൃത്തുക്കളുടെ ഇടയിലും ജോലി സ്ഥലത്തും, ഇവിടെയെല്ലാമാണല്ലോ നമ്മൾ മറ്റുള്ളവരെ കണ്ടുമുട്ടുന്നത്, സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ സംവാദങ്ങളിലും മാധ്യമങ്ങളിലും ക്രൈസ്തവ സമൂഹങ്ങളിലും എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. നമുക്ക് നമ്മുടെ വാക്കുകൾ അളന്ന് നിശ്ചയിച്ച് ഉപയോഗിക്കണം എന്നതാണ് ഈ നോയമ്പ് കാലത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രായോഗികമായി മാർപ്പാപ്പ പറഞ്ഞതാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുമാത്രം നന്മ അത് ഉണ്ടാക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ദയയും ബഹുമാനവും പരിശീലിക്കുകയും ചെയ്യണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. മറ്റുള്ളവരോട് കാരുണ്യം, ദയയുണ്ടാകണം. അതല്ലേ കർത്താവ് പറഞ്ഞത്, എനിക്ക് വേണ്ടത് ബലിയല്ല, കരുണയാണ്, ദയയാണ് മറ്റു മനുഷ്യരോട്. അത് മനുഷ്യർക്ക് കൊടുക്കുന്നതാണ്. ബലിയേക്കാൾ പ്രധാനമാണ് ഒരർത്ഥത്തിൽ അത് മറ്റു മനുഷ്യരോട് ദയ കാണിക്കുക. ഇത് നമ്മൾ മറക്കുന്നു. നമുക്കറിയാമല്ലോ, കുറ്റങ്ങളില്ലാത്തവരാരുമില്ല, കുറവില്ലാത്തവരായ ആരുമില്ല. ആരാ ഉള്ളത്? ഈ പറയുന്നവൻ അതിനേക്കാൾ വലിയ കുറ്റക്കാരനായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. ഇവിടെയാണ് നമുക്കൊരു വലിയ ആത്മസംയമനം നമുക്കുണ്ടാകേണ്ടത്. നോയമ്പ് കാലം ആത്മസംയമനത്തിൻ്റെ കാലമാണ്. വളരെ പ്രായോഗികമായി മാർപ്പാപ്പ പറഞ്ഞ ഈ കാര്യം ഓർക്കാം. പൗലോസ്ലീഹ മനോഹരമായി നമ്മുടെ വാക്കുകളെ പറ്റി പറയുന്നൊരു വചനമുണ്ട്. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 24-ാം തിരുവചനത്തിലാണ്, നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ കൊല്ലുന്നതാകരുത്. ആ ഗ്രീക്ക് വാക്കിൻ്റെ തർജ്ജമ കൃത്യം പറഞ്ഞാൽ കൊല്ലരുതെന്ന, ദുഷിപ്പിക്കുന്നതാകരുത് എന്നും എഴുതിയിട്ടുണ്ട്.
നമ്മുടെ ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കൊല്ലുന്നതാകരുത്, മറിച്ച് അപരന് ആത്മീയ ഉത്കർഷമുണ്ടാകുന്ന രീതിയിൽ സന്ദർഭോചിതമായി നല്ല വാക്കുകൾ പറയുക. ഇതാണ് പ്രധാനം. മോശം പറയുന്നതിനേക്കാൾ നല്ലത് പറയുക. രാഷ്ട്രീയത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തു നേട്ടം ഉണ്ടാക്കാനാണ് ഒരു ഗവൺമെൻറ് ആയിരിക്കാം, അവർ തെറ്റ് ചെയ്യുന്നുണ്ടാകും, മനുഷ്യൻ ചെയ്യുന്നിടത്തെല്ലാം തെറ്റുകളുണ്ടാകും, കഠിനമായ വിമർശനങ്ങൾ, അതിനോട് എതിർക്കുന്ന ആളുകൾ പരസ്പരം എതിർക്കുക, ഡിബേറ്റാണ്, മത്സരമാണ്. അതല്ലല്ലോ മനുഷ്യകുലത്തിന് നന്മ. ഇവിടെയാണ് ആത്മീയമായ ഈ കാര്യം, ഇതൊരു ആത്മീയതയുടെ തലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്, മനുഷ്യനെ ഉണർത്തുന്നതും വളർത്തുന്നതും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ആത്മീയ ഉത്കർഷം, നന്മയുണ്ടാകുന്ന വാക്കുകൾ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ മാർപ്പാപ്പ വളരെ പ്രായോഗികമായി എടുത്തു പറഞ്ഞ ഒരു സത്യം ഇതാണ്. ഈ രീതിയിൽ വെറുപ്പിൻ്റെ വാക്കുകൾക്ക് പകരം പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ നമുക്ക് വളർത്തിയെടുക്കാം. നോയമ്പ് കാലം അതിലേക്ക് ശ്രദ്ധ തിരിക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് വളരെ ശക്തമായി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അത് വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നോർക്കാൻ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഉപവാസത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. തുടർന്ന് മൂന്നാമത്തെ ഒരു കാര്യം മാർപ്പാപ്പ പറയുന്നു. അത് പലയിടത്തും മാർപ്പാപ്പ ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്, ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. പരിശുദ്ധ പിതാവ് പറയുകയാണ്, അവസാനമായി നോയമ്പ് കാലം വചനശ്രവണത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും സാമൂഹിക തലത്തിന് ഊന്നൽ നൽകണം എന്നാണ്. അത് ഊന്നൽ നൽകുന്നു. വചനശ്രവണത്തിൻ്റെ സാമൂഹിക മാനം, ഉപവാസത്തിൻ്റെ സാമൂഹിക മാനം. ഇതൊരു വ്യക്തിപരമായ ഒരു പ്രവർത്തനമാകാം. വ്യക്തിപരമായി പ്രവർത്തനങ്ങൾ നടത്തണം, മാനസാന്തരം ഉണ്ടാകണം. പക്ഷേ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ മാറാൻ നമുക്ക് ഇടയാകണമെന്ന ആശയത്തിന് ഊന്നൽ കൊടുക്കുകയാണ്. വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ വിശുദ്ധ ഗ്രന്ഥം തന്നെയും ഈ സാമൂഹിക മാനത്തിന് അടിവരയിടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്നത് ഇതാണ്. നിയമപുസ്തകത്തിൻ്റെ പൊതുവായ വായനയ്ക്ക് ജനം ഒരുമിച്ച് കൂടിയതിൻ്റെ വിവരണം നെഹമ്യായുടെ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. 9-ാം അധ്യായമാണ്. നമുക്കതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ നോയമ്പ് കാലത്ത് വായിക്കാം. ദൈവവുമായുള്ള ഉടമ്പടിയുടെ നവീകരണത്തിനായാണ് അവരൊന്നിച്ചു കൂടിയത്. നമുക്കറിയാം, ആകെ തകർന്നതിന് ശേഷം അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഇസ്രായേൽ ജനത്തിന് അവർക്ക് പറ്റിയ പാളിച്ചകളെല്ലാം എടുത്തു പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ദൈവവുമായുള്ള ഉടമ്പടിയുടെ നവീകരണത്തിനായി അവിടെ വരികയാണ്. പുത്തൻ നവീകരണം, പുത്തൻ ജീവിതം ആരംഭിക്കുകയാണ്. അവരത് ചെയ്തത് വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിലുള്ള വിശ്വാസം നവമായി ഏറ്റു പറഞ്ഞുകൊണ്ടാണ്. ഒന്ന്, ഉപവസിച്ചുകൊണ്ടാണ്. മറ്റൊന്ന്, അവർ നടത്തിയ അതിനോടുകൂടെ ആരാധന നടത്തി അവരെല്ലാവരും ജനം ഒന്നടങ്കം തയ്യാറായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടി അത് നടത്തി. അതുകൊണ്ട് മാർപ്പാപ്പ നമുക്ക് പ്രായോഗികമായി വീണ്ടും സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഇടവകകൾ, നമ്മുടെ കുടുംബങ്ങൾ, സഭാത്മക കൂട്ടായ്മകൾ, എക്ലേസിയൽ ഫെലോഷിപ്സ് ഉണ്ടല്ലോ നമുക്ക് ഇടവകയിലെ കുടുംബ കൂട്ടായ്മ, സംഘടനകളെല്ലാം, നമ്മുടെ സന്യസ്ത സമൂഹങ്ങൾ എന്നിവ ഒരുമിച്ചുള്ള യാത്രയ്ക്കായി തപസ് കാലത്ത് ക്ഷണിക്കപ്പെടുന്നു എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഈ നോയമ്പ് കാലത്ത് ഇവരെല്ലാം ഒന്നിച്ച് നവീകരണത്തിലേക്ക് വരാൻ ക്ഷണിക്കപ്പെടുകയാണ്. ഈ കാലയളവിൽ, ഈ നോയമ്പ് കാലത്ത് ദൈവവചന ശ്രവണവും ദരിദ്രരുടെ രോദനവും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. കൂട്ടായിട്ടാണ് അത് ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് ചെയ്യണം, തീർച്ചയായും ചെയ്യാം. പക്ഷേ കൂടുതലായി നടക്കേണ്ടത് സമൂഹാത്മകമായാണ്, സമൂഹം ഒന്നിച്ചാണ്. അതിന് സമൂഹത്തെ ഒത്തിരി മാറ്റാനായിട്ട് ഇടയാകും.
അതിനുള്ള അവസരമാണ്. നമ്മുടെ ഭക്തകൃത്യങ്ങളെല്ലാം കുരിശിൻ്റെ വഴിയാകാം, ആരാധനയാകാം, ധ്യാനമാകാം. ഇതെല്ലാം നോയമ്പ് കാലത്ത് നമ്മൾ ആത്മീയമായി ഉണർവിലേക്ക് വരുന്നതിനിടയാകുന്ന സമയമാണല്ലോ. ഉപവാസം, പ്രാർത്ഥനയോടെയുള്ള ഉപവാസം ഒന്നിച്ച് നടത്താം. മാർപ്പാപ്പ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, രോദനം, ദരിദ്രരുടെ രോദനം, അതിനോടൊപ്പം ചേർന്ന് പോകുന്നതാണ് ഭൂമിയുടെ പോലും രോദനം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. ഈ രോദനം കേൾക്കണമെന്ന് പറയുകയാണ്. ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെ ഔദ്യോഗികമായി ഉപയോഗിച്ചിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് അങ്ങേക്ക് സ്തുതി, ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന് പറയുന്ന ചാക്രിയ ലേഖനത്തിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ളതാണ്. അവിടെ മാർപ്പാപ്പ പറയുന്നു, ദരിദ്രൻ്റെ രോദനവും പ്രകൃതിയുടെ, ഭൂമിയുടെ രോദനവും ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമാണിത്. ദരിദ്രൻ്റെ രോദനം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ്, പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ്, മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ്, അതും അവനും ദാരിദ്ര്യത്തിലായിരിക്കുന്നത്, അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അഴിമതി കാട്ടുന്നത് കൊണ്ടാണ്. ഇതെല്ലാം മനുഷ്യനെതിരായ പാപങ്ങളാണ്. അപ്പം ദരിദ്രൻ്റെ രോദനം കേൾക്കണം, ഭൂമിയുടെ പോലും രോദനവും. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി തീരണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. ഉപവാസം ആത്മാർത്ഥമായ മനസ്താപത്തിൻ്റെ അടിസ്ഥാനമായും തീരുന്നു. നോയമ്പുകാലം മാനസാന്തരത്തിൻ്റെ സമയമാണ്, പശ്ചാത്താപത്തിൻ്റെ സമയമാണ്, മനസ്താപത്തിൻ്റെ സമയമാണ്. ആത്മാർത്ഥമായ മനസ്താപം, വെറും പൊള്ളയായ വാക്കിലുള്ളത് പോരാ, പ്രവൃത്തിയിൽ വരണം. ഈ പശ്ചാത്തലത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത് വ്യക്തിയുടെ മനസാക്ഷിയെ മാത്രം ബാധിക്കുന്നതല്ല. നമ്മളൊരു വ്യക്തി കേന്ദ്രീകൃതമായി മാത്രം മാറുന്ന ഒരു ആത്മീയതയല്ല വേണ്ടത്. ക്രൈസ്തവ ആത്മീയത സാമൂഹിക ആത്മീയതയാണ്. നമ്മൾ ഒന്നു ചേർന്നാണ് നിൽക്കുന്നത് എന്ന കാര്യം മറക്കരുത്. അത് നമ്മുടെ ബന്ധങ്ങളുടെയും സംഭാഷണത്തിൻ്റെയും ഗുണമേന്മ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഈ സന്ദേശത്തിൽ വളരെ വ്യക്തമായി നമ്മോട് പറയും, ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇടവകയിലെ ബന്ധങ്ങൾ നേരെയാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ധങ്ങളാണ്. ബന്ധങ്ങൾക്ക് കോട്ടമുണ്ടാകാതിരിക്കാൻ, നാശമുണ്ടാകാതിരിക്കാൻ, തകർച്ച ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വെറും ഒരു വ്യക്തിഗത ആത്മീയത, ഞാനും എൻ്റെ മനസാക്ഷിയും ഞാനും എൻ്റെ ദൈവവും എന്ന് മാത്രം പറയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ ദൈവം, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയല്ലേ. ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ലല്ലോ. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾക്ക് വേണ്ടത് തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അന്നു വേണ്ട ആഹാരം, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ്. നോക്കിക്കുക, എല്ലാം ഞങ്ങളുടേതാണ്, ഒരു കൂട്ടായ്മയുടെ മാനമാണ്. ഇതിന് പരിശുദ്ധ പിതാവ് ഈ രേഖയിലും വളരെ ശക്തമായ ഒരു അടിത്തറ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ബന്ധങ്ങളുടെയും സംഭാഷണത്തിൻ്റെയും ഗുണമേന്മ നിർണ്ണയിക്കുന്ന വാക്കുകളാണ് ഉണ്ടാകേണ്ടത്. അതിൻ്റെ അർത്ഥം യാഥാർത്ഥ്യത്തിൽ നാം വെല്ലുവിളിക്കപ്പെടാൻ അനുവദിക്കുകയും എന്താണ് യഥാർത്ഥമായി നമ്മുടെ ആഗ്രഹങ്ങളെ നയിക്കുന്നതെന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യാഥാർത്ഥ്യത്താൽ നാം വെല്ലുവിളിക്കപ്പെടണം. യാഥാർത്ഥ്യത്തിന്, റിയാലിറ്റിക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മളെ നയിക്കുന്നത് എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്, നാം എന്തിൻ്റെ ലക്ഷ്യത്തിലാണ് നീങ്ങുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല തിരിച്ചറിവുണ്ടാകണം. അതെല്ലാം നടക്കാനുള്ള സമയമാണ് നോയമ്പ് കാലം യഥാർത്ഥത്തിൽ. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ഈ കാര്യങ്ങൾ നമ്മുടെ സഭാത്മക സമൂഹങ്ങളെയും അതോടൊപ്പം മനുഷ്യരാശിയുടെ നീതിക്കും അനുരഞ്ജനത്തിനുമായുള്ള അഭിവാഞ്ചയെയും ബാധിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അത് മാനിക്കാതെ നമുക്ക് നല്ല ഒരു ആധ്യാത്മികത കരുപിടിപ്പിക്കാൻ സാധിക്കില്ല. യഥാർത്ഥ മാനസാന്തരം സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കുകയില്ല. മനുഷ്യരാശിയുടെ നീതിക്കും അനുരഞ്ജനത്തിനും ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, മാർപ്പാപ്പ വിഭൂതി തിരുനാളിന് പറഞ്ഞ പ്രസംഗത്തിൽ ഈ ആശയത്തിൻ്റെ ഒരു വിപുലീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യരാശിയുടെ നീതിക്കും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള ഒരു അഭിവാഞ്ചയും, ആ അഭിവാഞ്ചയെ നമ്മൾ പരിപോഷിപ്പിക്കണം
എന്ന് പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിൽ ശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഉപസംഹരിക്കുകയാണ് മാർപ്പാപ്പ ഈ സന്ദേശം. പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തോടും നമ്മുടെ ഇടയിലുള്ള ഏറ്റവും എളിയവരോടും കൂടുതൽ ശ്രദ്ധ പുലർത്താൻ നമ്മെ നയിക്കുന്ന നോയമ്പ് കാലത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. 2 കാര്യങ്ങൾ ശക്തമായി ഉണ്ടാകണം. ഒന്ന്, ദൈവത്തോട് കൂടുതൽ ശ്രദ്ധ, ബന്ധം നമുക്ക് ഉണ്ടാകണം. എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലോ നമുക്കുള്ള ആരാധനയിലോ ദൈവികമായ വചനം അനുസരിക്കുന്നതിലോ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധ പുലർത്താനുള്ള സമയമാണ്. അതിന് വേണ്ട കൃപയാണ് നാം യാചിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഇടയിലുള്ള ഏറ്റവും എളിയവരോട് നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവഗണിച്ചുകൊണ്ട്, വീടില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, ഏകാന്തർ, വൃദ്ധർ, നമുക്കറിയാം എത്രയോ തരത്തിൽ വേദനിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ശ്രദ്ധ പുലർത്താനുള്ള സമയം, അതിലൂടെയാണ് നമ്മുടെ ആത്മീയത നമ്മുടെ ലോകത്ത് അവതരിപ്പിക്കുന്നത്. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാഷയുടെ ഉപയോഗത്തിൽ പോലും വ്യത്യാസം വരുത്തുന്ന തലത്തിലുള്ള ഒരു ഉപവാസ അനുഷ്ഠാന രീതിക്കായുള്ള ശക്തിക്കായി നമുക്ക് അപേക്ഷിക്കാം. വീണ്ടും നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയതാണത്. ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് സ്നേഹത്തിൻ്റെ, കരുണയുടെ, ഔദാര്യത്തിൻ്റെ, ഊഷ്മളതയുടെ, സൗഹൃദത്തിൻ്റെ, നമുക്കറിയാം എത്രയോ നല്ല നന്മകൾ ലോകത്തുണ്ടാക്കാൻ കഴിയുന്ന വാക്കുകൾ. അതുകൊണ്ട് നമ്മുടെ ഭാഷയുടെ ഉപയോഗത്തിൽ പോലും നമുക്ക് വ്യത്യാസം വരുത്തണം. കുറ്റം പറയുന്ന, പരദൂഷണം പറയുന്ന, ഉപദ്രവിക്കുന്ന, ഇടിച്ചു താഴ്ത്തുന്ന ആ നിലപാടുകളിൽ നിന്ന് മാറ്റമുണ്ടാകാൻ നമുക്ക് സാധിക്കണം എന്ന് മാർപ്പാപ്പ നമ്മോട് ശക്തമായി വീണ്ടും വീണ്ടും പറയുകയാണ്. മുറിപ്പെടുത്തുന്ന വാക്കുകൾ കുറഞ്ഞ് മറ്റുള്ളവരുടെ ശബ്ദത്തിന് കൂടുതൽ ഇടം നൽകുന്ന ഭാവം ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ കേൾക്കുക, ശ്രവണം, അവരുടെ സ്വരം കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്കറിയാം, നമ്മൾ അവരെ കേൾക്കാനായിട്ട് തയ്യാറാവുക എന്നതാണ് പ്രധാനം. മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉണ്ടാകരുത്, കൊല്ലുന്ന വാക്കുകൾ ഉണ്ടാകരുത് എന്ന് മാർപ്പാപ്പ നമ്മോട് ഈ നോയമ്പ് കാലത്ത് പറയുകയാണ്. നോയമ്പ് കാലം ഏറെക്കുറെ അങ്ങോട്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇത് നോയമ്പിൽ നമ്മൾ തുടക്കം കുറിച്ചാലേ നമുക്ക് ജീവിതത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം മറക്കരുത്. സഹനത്തിലായിരിക്കുന്നവരുടെ രോദനം സ്വാഗതം ചെയ്യുന്ന ഇടങ്ങളാക്കി നമ്മുടെ സമൂഹങ്ങളെ മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. മാർപ്പാപ്പ വീണ്ടും പറയുന്ന പ്രായോഗിക കാര്യം ഇതാണ്. സഹനത്തിലായിരിക്കുന്നവരുടെ രോദനം, രോഗം കൊണ്ടോ വേദന കൊണ്ടോ ഒറ്റപ്പെടൽ കൊണ്ടോ ഒക്കെ ആയിരിക്കുന്ന ആളുകളുടെ രോദനം സ്വാഗതം ചെയ്യുന്ന ഇടങ്ങളാക്കി നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ മാറാൻ ഇടയാകണം. നമ്മുടെ ശ്രവണം മോചനത്തിൻ്റെ പാതകൾ തുറക്കട്ടെ. അതാണ് പ്രധാനം. നമ്മുടെ ശ്രവണം, ദൈവം മനുഷ്യൻ്റെ സ്വരം രോദനം കേട്ടപ്പോൾ അവനെ വിമോചിപ്പിക്കാൻ ഇറങ്ങി വന്നു. അതുപോലെയാണ് മറ്റു മനുഷ്യരുടെ സ്വരം നമ്മൾ കേൾക്കുമ്പോൾ, രോദനം കേൾക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ, അവരെ മോചിപ്പിക്കാൻ നാം മുന്നോട്ട് വരണം. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം പടുത്തുയർത്തുന്നതിന് സംഭാവന നൽകാൻ നാം സന്നദ്ധരായിരിക്കുകയും ഉത്സുകരായിരിക്കുകയും വേണമെന്നും മാർപ്പാപ്പ പറയുകയാണ്. സ്നേഹത്തിൻ്റെ സംസ്കാരം, കൾച്ചർ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ നാഗരികത, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും തലങ്ങളിൽ ഇന്ന് ലോകത്തുണ്ടാകേണ്ടത്, മനുഷ്യന് നന്മയായി തീരുന്നത് സ്നേഹത്തിൻ്റെ സംസ്കാരം പടുത്തുയർത്തുക എന്നതാണ്. ഈ ഒരു പ്രയോഗം ആദ്യമായി ഞാൻ വായിക്കുന്നത് 6-ാം പൗലോസ് മാർപ്പാപ്പയുടെ ലേഖനങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രബോധന രേഖകളിൽ അത് വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. സ്നേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്. 2 സംസ്കാരമാണ് നമുക്ക് വേണ്ടത്, ജീവൻ്റെ സംസ്കാരവും സ്നേഹത്തിൻ്റെ സംസ്കാരവും. ഇതാണ് മനുഷ്യനെ നയിക്കേണ്ട പ്രധാനപ്പെട്ട വഴികൾ, സത്യങ്ങൾ എന്നതാണ്. അതാണ് മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സന്ദേശത്തിൽ നോയമ്പുകാല സന്ദേശമാണ്. മാർപ്പാപ്പ ആശംസിക്കുകയാണ്, നിങ്ങളുടെ ഈ നോയമ്പുകാല തീർത്ഥാടനത്തെയും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദേശം ഉപസംഹരിക്കുന്നത്. വളരെ പ്രായോഗികമായ, വളരെ മനോഹരമായ, നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന,
നാം നവീകരണത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ് പരിശുദ്ധ പിതാവ് ഈ തൻ്റെ സന്ദേശത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ നോയമ്പ് കാലത്ത്, ഈ അവശേഷിക്കുന്ന നാളുകളിൽ ഇത് വളരെ ശക്തിയായി തീവ്രമായി നടപ്പാക്കാൻ പരിശ്രമിക്കാം. അതുവഴി അനുഗ്രഹീതമായ ഒരു നോയമ്പ് കാലം, അതുവഴി നമുക്ക് ദൈവത്തിൻ്റെ ആ മരണവും ഉത്ഥാനവും നൽകുന്ന വലിയ രക്ഷയിലേക്ക് കടന്നു വരാനും ഇടയാകട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം.